ഹായ് ഫ്രണ്ട്സ്, PSC വിസ്ഡത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. കണക്ട് ടു വർക്കാണ് സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാകുന്നത്. സിമ്രാൻ ബാലയാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാകുന്നത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവിക അഭ്യാസം. ബുസാനാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത്. ഗ്രാസ മാഷലാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായത്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യറാണ് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഗാസ സമാധാന ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഡൊണാൾഡ് ട്രംപാണ് ഗാസ സമാധാന ബോർഡിൻ്റെ ചെയർമാൻ. ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സൈന നെഹ്വാളാണ് ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ബാഡ്മിൻ്റൺ താരം. സൈന നെഹ്വാളാണ് ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ബാഡ്മിൻ്റൺ താരം. കവി കെ സച്ചിദാനന്ദൻ്റെ ആത്മകഥ ഏതാണ്? അവിരാമമാണ് കവി കെ സച്ചിദാനന്ദൻ്റെ ആത്മകഥ. 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം. സിന്നേഴ്സ് ആണ് 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡ്സിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത്. TV ചന്ദ്രനാണ് സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത്. ബാഡ്മിൻ്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. PV സിന്ധുവാണ് ബാഡ്മിൻ്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ടാബ്ലോയിഡ് പ്രമേയങ്ങൾ. കൊച്ചി വാട്ടർ മെട്രോ, 100% ഡിജിറ്റൽ സാക്ഷരത എന്നിവയാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ടാബ്ലോയിഡ് പ്രമേയങ്ങൾ. 2026 ജനുവരിയിൽ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായത്. ശുഭാംശു ശുക്ലയാണ് 2026 ജനുവരിയിൽ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായത്. 2025 ജനുവരിയിൽ 75ാമത് ചരമവാർഷികം ആചരിക്കുന്ന
നവോത്ഥാന നായകൻ. ഡോക്ടർ പൽപ്പുവാണ് 2025 ജനുവരിയിൽ 75ാമത് ചരമവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. കാവലാണ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം. നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? അബുദാബിയാണ് നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? മംഗളൂരുവാണ് നമ്പിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.